ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഏപ്രിൽ മാസത്തെ കറണ്ട് അഫേഴ്സ് ആണ്. ടോപ്പ് ഷോർട്ട് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളത് മാത്രമാണ് ഞാൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഒരുപാട് ചവർ പോലെ ആഡ് ചെയ്യുന്നില്ല. അപ്പം കറണ്ട് അഫേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് 20 മാർക്ക് ഓളം സ്വന്തമാക്കാം. ചിലതിൽ 10 മാർക്കാണ്. 10 മാർക്കിന് ചോദിക്കുന്നില്ല, 10 മാർക്ക് നമുക്ക് സ്വന്തമാക്കാം. നമ്മൾ ഒരു PSC ആസ്പിറൻ്റ് ആയിട്ടിരുന്നാൽ പോരല്ലോ, നമുക്ക് റാങ്ക് നേടണം, നമുക്ക് ജോലി നേടണം. അപ്പം നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നത് നിസ്സാര ആൾക്കാരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുമായിട്ടാണ്. അപ്പം മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ആദ്യത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഏപ്രിൽ 1, എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷൻ ലേൺ ടു ഈറ്റ് വെൽ എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന യുനെസ്കോ. 6ാമത്തെ ബിംസ്റ്റെക് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം തായ്ലൻഡ്. സർക്കാർ രേഖകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് AI-യിൽ പ്രവർത്തിക്കുന്ന ചാറ്റ്ബോട്ട് സാരഥി ആരംഭിച്ചത്? ഹരിയാന. പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായത് നിധി തിവാരി. ഇന്ത്യയിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് പാത നിലവിൽ വരുന്നത് മുംബൈ പൂനെ. കേരളത്തിൻ്റെ പുതിയ ലോകായുക്ത നിയമിതനായത് ജസ്റ്റിസ് അശോക് മേനോൻ, ജസ്റ്റിസ് ഷിർസി വി. കേരളത്തിൽ നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന ഏറ്റവും വലിയ തുരങ്കം നിലവിൽ വരുന്നത് തെന്മല ആര്യക്കാവ്. ദ്വീപ് വത്സര ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമായ INIOCHOS ഏത് രാജ്യത്താണ് നടത്തുന്നത്? ഗ്രീസ്. അടുത്തത് ഏപ്രിൽ 2, 2025 ഏഷ്യ കപ്പ് ഹോപ്പിംഗ് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ഡോക്ടർ പൂനം ഗുപ്ത. 2025 ഏപ്രിലിൽ വിടവാങ്ങിയ ടോപ്പ് ഗൺ, ബാറ്റ്മാൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രസിദ്ധനായ ഹോളിവുഡ് താരം വാൾ കിൽമർ. 11 വർഷം ബഹിരാകാശത്ത് നിന്നും ഭൂമിക്കായി സേവനങ്ങൾ ചെയ്ത യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സ്പേസസ് ടെലിസ്കോപ്പ് ഗയ്യ. കേരളത്തിലെ ആദ്യ പാർക്ക് നിലവിൽ വന്ന ജില്ല കൊല്ലം. വെർച്വൽ റിയാലിറ്റി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ളത്. 2025 കെ മാധവൻ പുരസ്കാരത്തിന് അർഹനായ സ്വാതന്ത്ര്യ സമര സേനാനിയും കർഷക നേതാവുമായ വ്യക്തി KN പണിക്കർ. ത്രിഭുവൻ സഹകാരി സർവകലാശാല സ്ഥാപിക്കുന്നതിനുള്ള ബിൽ ലോക്സഭ ഏത് സംസ്ഥാനത്താണ് പാസാക്കിയത്? ഗുജറാത്ത്. 2025 ദേശീയ സീനിയർ ഖോ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഒഡീഷ. അടുത്തത് ഏപ്രിൽ 3, 2025 എയർക്രാഫ്റ്റ് ഒബ്ജക്ട്സ് ബിൽ ഏത് അന്താരാഷ്ട്ര കരാറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേപ്പ് ടൗൺ കൺവെൻഷൻ. കടമ്മനിട്ട ഫൗണ്ടേഷൻ്റെ 9ാമത് കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ M ലീലാവതി. രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വിഷ, പാമ്പ് വിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സൂവി. 2025 മാർച്ചിൽ അന്തരിച്ച എഴുത്തുകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായിരുന്ന വ്യക്തി EV ശ്രീധരൻ. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി PFRDA ചെയർമാനായി നിയമിതനായത് ശിവസുബ്രഹ്മണ്യൻ രാമൻ. നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് ഇക്കണോമിക്സ് റിസർച്ചുമായി സഹകരിച്ച് നീതി ആയോഗ് പുറത്തിറക്കുന്ന സംസ്ഥാനങ്ങളുടെ സാമൂഹിക, സാമ്പത്തിക, ധനകാര്യ പാരാമീറ്ററുകൾ എന്നിവയുടെ വിവരങ്ങൾ അടങ്ങിയ പോർട്ടൽ NITNCAER സ്റ്റേറ്റ്സ് ഇക്കണോമിക് ഫോറം. ഏത് സംസ്ഥാന സർക്കാരാണ് 4 ദിവസത്തെ സ്കൂൾ ചലേ ഹോം ക്യാമ്പയിൻ ആരംഭിച്ചത്? മധ്യപ്രദേശ്. അടുത്തത് ഏപ്രിൽ 4, 2025 ധനകാര്യ ആരോഗ്യ സൂചികയിൽ FHI 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഒഡീഷ. PMAJAY പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം പട്ടികജാതി സമൂഹങ്ങൾക്കിടയിലെ ദാരിദ്ര്യം കുറയ്ക്കൽ. ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നറിയപ്പെടുന്ന ഒരു വലിയ ആൻറ്റിസൈക്ലോണിക് കൊടുങ്കാറ്റ് രൂപപ്പെടുന്ന ഗ്രഹം വ്യാഴം. 2025 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം റെയിൽവേ സ്റ്റേഷനുകളിൽ ഏറ്റവും കൂടുതൽ സൗരോർജ ഇൻസ്റ്റാളേഷനുള്ള സംസ്ഥാനം രാജസ്ഥാൻ. വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം നടപ്പിലാക്കുന്ന മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയം. 2025 മാർച്ചിൽ കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഒരു പരമ്പരാഗത ആദിവാസി കരകൗശല വസ്തു കണ്ണാടിപ്പായ. സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ 2024 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് V മധുസൂദനൻ നായർ. 2025 A എന്ന പേരിൽ ഒരു പുതിയ സൈനിക അഭ്യാസം ആരംഭിച്ച രാജ്യം ചൈന. ഏപ്രിൽ 5, വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് കിരൺ റിജിജു.
2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏതു മേഖലയിൽ പ്രശസ്തനാണ്? ചലച്ചിത്രരംഗം. ലോക അത്ലറ്റിക് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ഇന്ത്യ. 7th എഡിഷൻ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ബീഹാർ. പശ്ചിമഘട്ടത്തിലെ വയനാട് പ്രദേശത്തു നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി വയനാടൻ ടോർട്ടാർഡ്. 2027 നടക്കാനിരുന്ന പ്രഥമ ബിസ്റ്റെക് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. വഖഫ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് ഏപ്രിൽ 5, 2025. 2025 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. 2025 ഏപ്രിൽ സ്കൂളുകളിൽ ജങ്ക് ഫുഡ് നിരോധിച്ച രാജ്യം മെക്സിക്കോ. 2025 ഏപ്രിൽ 1 മുതൽ 13 വരെ ഇന്ത്യയും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ദുരന്ത നിവാരണ പരിശീലനം ടൈഗർ ട്രയംഫ്. തുറമുഖാധിഷ്ഠിത വികസനത്തിലൂടെ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ സാഗർമാല പദ്ധതിയുടെ എത്രാമത്തെ വാർഷികമാണ് 2025 ഏപ്രിലിൽ ആഘോഷിക്കുന്നത്? 10. വ്യാജ വെളിച്ചെണ്ണ തിരിച്ചറിയാൻ കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച പ്രത്യേക പരിശോധന ഓപ്പറേഷൻ ഓയിൽ. 2024 സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് കെ ജയകുമാറിനെ അർഹനാക്കിയ കവിതാ സമാഹാരം പിങ്കള കേശിനി. കേരള ഗവർണറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പസുകളിൽ ലഹരി വിമുക്തമാക്കി വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ക്യാമ്പയിൻ ലഹരിയോട് സന്ധിയില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നദീതീര ഡോൾഫിനുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. 2025 ലോകാരോഗ്യ സംഘടനയുടെ റോഡ് സുരക്ഷാ സൂചികയിൽ ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കുന്ന ജില്ല നോർവേ. ഇന്ത്യയുടെ സ്ഥാനം 49. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ഏപ്രിൽ 7. 2025 ഏപ്രിൽ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം ഹെൽത്തി ബിഗിനിങ്സ് ആൻഡ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. ജാപ്പനീസ് ഗ്രാൻഡ് പ്രിക്സ് സുസുക്കയിലെ തുടർച്ചയായ 4ാം കിരീടം നേടിയ ലോക ചാമ്പ്യൻ മാക്സ് വെർസ്റ്റപ്പൻ. 2025 ഏപ്രിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായിരുന്ന മിത്ര വിഭൂഷണം നൽകി ആദരിച്ച രാജ്യം ശ്രീലങ്ക. 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ബീഹാർ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം നിലവിൽ വന്നത് പുതിയ പാമ്പൻ പാലം. 2025 ഏപ്രിൽ മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായതിൻ്റെ എത്രാം വാർഷികമാണ് ആചരിച്ചത്? 50. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏപ്രിൽ 8 വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് ഏപ്രിൽ 8, 2025. പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളെ RRB ഏകീകരിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച പുതിയ നയം ഒരു സംസ്ഥാനം ഒരു പ്രാദേശിക ഗ്രാമീൺ ബാങ്ക്. 2025 ബ്രസീലിൽ നടന്ന ലോക ബോക്സിംഗ് കപ്പിൽ സ്വർണം മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഹിതേഷ് ഗുലിയ. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 6 പുസ്തകങ്ങളുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരം ഹാർട്ട് ലാബ്. സംസ്ഥാനത്ത് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മരുന്ന് നിർമ്മാണ പൊതുമേഖലാ സ്ഥാപനം കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ മണ്ണ് പര്യവേഷണ കേന്ദ്രം പത്തനംതിട്ട. പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുന്നതിനായി 2025 ഏപ്രിൽ 26 റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനായി ഇന്ത്യ ധാരണയിലെത്തിയ രാജ്യം ഫ്രാൻസ്. 12,500 വർഷം മുമ്പ് മൺമറഞ്ഞു പോയ ഏത് ജീവിയാണ് ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ US-ൽ വികസിപ്പിച്ചെടുത്തത്? ഡയർ വൂൾഫ്. ഏപ്രിൽ 9 2025 ഏപ്രിലിലെ കണക്കനുസരിച്ച് RBI റിപ്പോ നിരക്ക് 6%. US ശാസ്ത്രജ്ഞർ ക്രിസ്പർ ജീൻ എഡിറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തിരികെ കൊണ്ടുവന്ന വംശനാശം സംഭവിച്ച പക്ഷി പാസഞ്ചർ പീജിയൻ. പ്രധാനമന്ത്രി മുദ്ര യോജന PMMY പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കോർപ്പറേറ്റ് ഇതര കാർഷികേതര ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പ നൽകുക. 2025 ഏപ്രിൽ XAI പ്രഖ്യാപിച്ച പ്രൊജക്ട് Xന്റെ ലക്ഷ്യം AI ഉപയോഗിച്ച് ശാസ്ത്രീയ കണ്ടെത്തലുകൾ ത്വരിതപ്പെടുത്തുക. അറിവിൻ്റെയും ഗവേഷണത്തിൻ്റെയും മേഖലയിലെ സംഭാവനകൾക്കുള്ള ആദ്യ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ HV ഈശ്വർ. 2025 ഏപ്രിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന പുതിയ പാമ്പൻ പാലത്തിൻ്റെ നീളം
2.08 കിലോമീറ്റർ റീഡ്മോർ. 2024 34ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത് മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ്. 2025 ഏപ്രിലിൽ 2000 വർഷം പഴക്കമുള്ള മെഗാലിത്തിക് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം. ഏപ്രിൽ 10 ലോക ഹോമിയോപ്പതി ദിനം. ഏപ്രിൽ 10 ഭൂമിയിൽ നിന്ന് 37 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്വർണവും ഇരുമ്പും നിക്കലും അടങ്ങിയ ചിഹ്നഗ്രഹം സൈക്കി. ഹിമാലയൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് അറ്റ്മോസ്ഫെറിക് ക്ലൈമറ്റ് സെന്റർ ആരംഭിച്ചത് ഉധംപൂർ, ജമ്മു കാശ്മീർ. പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് PAI പ്രകാരം ഏറ്റവും കൂടുതൽ മുൻനിര ഗ്രാമപഞ്ചായത്തുകളുള്ള സംസ്ഥാനം ഗുജറാത്ത്. 2024-25 വർഷങ്ങളിലെ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ സ്മരണാർത്ഥം ശ്രീ ചിത്തിര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ജയറാം PR ശ്രീജേഷ്. 2025 ഏപ്രിൽ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കേരളം. കുടുംബശ്രീയുടെ ജെൻ ഗേൾസ് പദ്ധതിയുടെ ലക്ഷ്യം ആദിവാസി സമൂഹങ്ങളുള്ള സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുകയും അവർക്ക് സാമ്പത്തിക അവസരങ്ങൾ നൽകുകയും ചെയ്യുക. 2025 ഏപ്രിലിൽ ആന്ത്രാക്സ് ബാധ മൂലം 50 ഹിപ്പോപ്പൊട്ടാമസുകൾ ചാകാനിടയായ രാജ്യം റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഏപ്രിൽ 11 നിർണായ ധാതുമേഖലയിൽ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിനായി 2025 സർക്കാർ ആരംഭിച്ച ദൗത്യം നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ. ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയത്? ഫ്രാൻസ്. 2025 ദേശീയ ഗോത്ര യുവജനോത്സവത്തിൽ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം മിസോറാം. സ്ത്രീ സുരക്ഷയും ശാക്തീകരണവും സംബന്ധിച്ച 2025 സ്ത്രീ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഹൈദരാബാദ്. DRDO വികസിപ്പിച്ചെടുത്ത ഒരു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ BM-04. മേഘാലയയിൽ നിന്നും ഭൗമസൂചിക പദവി GI ലഭിച്ച പട്ടിണം റിൻഡിയ സിൽക്സ്. 2025 ഗ്ലോബൽ ടെക്നോളജി സമ്മിറ്റ് GTSന്റെ വേദി ന്യൂഡൽഹി. ഏപ്രിൽ 12 2025 ഏപ്രിലിൽ അന്തരിച്ച ബാബുരാജ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. 2025 ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യക്കായി സ്വർണം നേടിയത് സ്വരൂപി ഇന്ദ്രസിംഗ്, വിജയ വീർ സിന്ധു. ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയസരൺ എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് വവ്വാലുകളുടെ നിരീക്ഷണ സംവിധാനം ബാൽ എക്കോമോൻ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് IHS ബംഗളൂരു. ആഫ്രിക്ക ഇന്ത്യ കീമാരൈഡ് എൻഗേജ്മെന്റ് അഭ്യാസം 2025 നടന്നത് ടാൻസാനിയ. ഏത് സംഘടനയാണ് MKII ലേസർ ഡയറക്റ്റഡ് എനർജി വെപ്പൺ സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്? DRDO. ഭൂമിയിൽ നിന്ന് 37 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്വർണവും ഇരുമ്പും നിക്കലും അടങ്ങിയ ചിഹ്നഗ്രഹം സൈക്കി. ഇന്ത്യയിലെ വ്യാവസായിക ഉൽപ്പാദന സൂചിക IIP ഏത് സംഘടനയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. ഏപ്രിൽ 13 പ്രഥമ കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 2025 വേദി തിരുവനന്തപുരം. 2025 ഏപ്രിലിൽ ചേർന്ന മോണിറ്ററി പോളിസി കൗൺസിൽ പ്രകാരം RBIയുടെ പുതിയ റിപ്പോ റേറ്റ് 6%. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട്. സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ആരംഭിക്കുന്ന പദ്ധതി പ്രൊജക്ട് EX. കോമൺവെൽത്ത് സെക്രട്ടറി ജനറലായി ചുമതലയേൽക്കുന്ന ആദ്യ ആഫ്രിക്കൻ വനിത ഷിൻഡ്രിൽ ബോട്ട്ചേവെ. രാജ്യത്തെ ആദ്യ സൈബർ കമാൻഡ് സെന്റർ രൂപീകരിച്ചത് കർണാടക. സംസ്ഥാനത്തെ ആദ്യ അതിദവിമുക്ത മണ്ഡലം ധർമ്മടം. ആദ്യ ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച എത്ര വാർഷികമാണ് 2025 ഏപ്രിൽ ആചരിക്കുന്നത്? 50. അടുത്തത് ഏപ്രിൽ 14. ലോകത്തിലെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പായി മാറിയത് ChatGPT. ഇന്ത്യൻ പാർലമെന്റ് ഷേപ്പിംഗ് ഫോറിൻ പോളിസി എന്ന പുസ്തകം രചിച്ചത് KV പ്രസാദ്. നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി വിവിധ സ്ഥലങ്ങളിലും മറ്റും യാത്ര ചെയ്യാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തും കേരള പോലീസും ചേർന്ന് ഒരുക്കിയ പദ്ധതി സഹയാത്രിക. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായി സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കി
അവതരിപ്പിക്കുന്ന കുടുംബശ്രീ പദ്ധതി ജൻ ഗൾസ. പട്ടികജാതി സംവരണങ്ങളുടെ വർഗീകരണം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം തെലുങ്കാന. സ്ത്രീ സാക്ഷരതയിൽ രാജ്യത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരളം. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ഡോക്ടർ ഹരിണി അമരസൂര്യ. ഏപ്രിൽ 15 ഫിലിം ക്രിക്കറ്റ്സ് അവാർഡ്സ് 2024. മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച നടൻ ടൊവിനോ തോമസ്. അജയന്റെ 2-ാം മോഷണം അന്വേഷിപ്പിൻ കണ്ടെത്തും. മികച്ച നടിമാർ നസ്രിയ നസീം, സൂക്ഷ്മദർശിനി. റീമ കല്ലിങ്കൽ, തിയേറ്റർ മിത്ത് ഓഫ് റിയാലിറ്റി. മികച്ച സംവിധായക ഇന്ദുലക്ഷ്മി, സിനിമ അപ്പുറം. റൂബി ജൂബിലി അവാർഡ് ജഗദീഷ്. 2025 ഏപ്രിലിൽ വിടവാങ്ങിയ ഭൗതിക ശാസ്ത്രജ്ഞനും ഡൽഹി സെന്റർ ഫോർ ഫിലോസഫി ആൻഡ് ഫൗണ്ടേഷൻ ഓഫ് സയൻസ് സ്ഥാപകനുമായ വ്യക്തി ഡോക്ടർ രഞ്ജിത്ത് കുമാർ. DRDO വികസിപ്പിക്കുന്ന ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനത്തിന്റെ പേര് സൂര്യ. പഞ്ചായത്ത് രാജ് മന്ത്രാലയം 2022-23 സാമ്പത്തിക വർഷത്തേക്കുള്ള ആദ്യത്തെ പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ മുൻനിരയിലുള്ള സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, തെലുങ്കാന. അടുത്തത് ഏപ്രിൽ 16. ലോക വനിതാ ചെസ് ചാമ്പ്യനായത് ജു വെൻജു. വൈദ്യുതി ഉൽപ്പാദനം ആസൂത്രണം ചെയ്യുന്നതിനുള്ള പുതിയ സോഫ്റ്റ്വെയർ ഉപകരണമായ സ്റ്റെല്ലാർ മോഡൽ ആരംഭിച്ച സ്ഥാപനം സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി. 2025 ഏപ്രിലിൽ ബുരേക മാനേജ്മെന്റായി ഭൂഭാരതി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം തെലുങ്കാന. ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് പുറത്തിറക്കുന്ന സംഘടന IMF. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2024-25 വർഷ കിരീടം നേടിയത് മോഹൻ ബഗാൻ. 2025 ഏപ്രിലിൽ അന്തരിച്ച ഈ വർഷത്തെ പത്മവിഭൂഷൺ ജേതാവും കഥക് നൃത്ത ലോകത്ത് മായാജാലം സൃഷ്ടിച്ച നർത്തകനുമായ വ്യക്തി കുമുദിനി ലാഗിയ. അന്റാർട്ടിക്കയിൽ ചൈന നിർമ്മിച്ച റേഡിയോ ദൂരദർശിനി 3 ഗോർജസ് അന്റാർട്ടിക് ഐ. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് BR ഗവായ്. അടുത്തത് ഏപ്രിൽ 17. രാജ്യത്ത് ആദ്യമായി വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈനിലൂടെ വിൽക്കാനും വാങ്ങാനും കഴിയുന്ന സർക്കാർ ഓൺലൈൻ സ്റ്റോർ നിലവിൽ വരുന്ന സംസ്ഥാനം കേരളം. മേഘയാൻ 25 എന്ന പേരിൽ 3-ാം കാലാവസ്ഥ സമുദ്രശാസ്ത്ര സിംപോസിയത്തിന് ആതിഥേയത്വം വഹിച്ച ഇന്ത്യൻ സായുധ സേന ഇന്ത്യൻ നേവി. 2025 ഏപ്രിലിൽ ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി ഏത് സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശമാണ് ഈ സെഹാറ്റ് ആപ്പ് വികസിപ്പിച്ചത്? ജമ്മു കാശ്മീർ. ഇന്ത്യയിൽ ആദ്യമായി ട്രെയിനിൽ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ATM സ്ഥാപിച്ച ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. തിരുവനന്തപുരത്ത് രാജ്യത്തെ ആദ്യമായി പരീക്ഷണം ആരംഭിച്ച ഇലക്ട്രിക് വാഹന സാങ്കേതിക വിദ്യ ഡൈനാമിക് വർക്ക്പ്ലേസ് ചാർജിംഗ്. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കാനുള്ള കുടുംബശ്രീ പദ്ധതി ജൻ ഗൾസ. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ മുംബൈ മസ്കോൺ ടോക്ക് ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായ മലയാളി ക്യാപ്റ്റൻ ജൻമോഹൻ. 2025 ഏപ്രിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ആലേഖനം ചെയ്ത 2 ക്ലാസിക്കൽ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ശ്രീമദ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. അടുത്തത് ഏപ്രിൽ 18. ലോക കരൾ ദിനം ഏപ്രിൽ 19. ലോക കരൾ ദിനം ഏപ്രിൽ 19. ഫുഡ് ഈസ് മെഡിസിൻ. 23ാമത് കേന്ദ്ര നിയമ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. 2025 ഏപ്രിൽ പുറത്തുവിട്ട ഇന്ത്യൻ ജസ്റ്റിസ് റിപ്പോർട്ട് 2025 പ്രകാരം സംസ്ഥാനങ്ങളുടെ പ്രവർത്തന മികവിൽ 1-ാം സ്ഥാനം നേടിയത് കർണാടക. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സാങ്കേതിക വിദ്യയുടെ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചത് ജപ്പാൻ. ഹത്സുഷിമ റെയിൽവേ സ്റ്റേഷൻ. വഖഫ് ഭേദഗതി നിയമത്തിന് നൽകിയ പുതിയ പേര് അൺമിഡ് യൂണിഫൈഡ് വാർഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ്. കൂടുതൽ കാലം അധികാരത്തിലിരിക്കുന്ന 2ാമത്തെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർമാർ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്താൽ എത്ര മാസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ പുതിയ നിർദ്ദേശം? 3 മാസത്തിനകം. ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4. 2025 ഏപ്രിലിൽ വിരമിക്കാൻ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരം വന്ദന കതാരിയ. 2025 നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി ബീഹാർ. അടുത്തത് ഏപ്രിൽ 20. സുപ്രീം കോടതി വിധിയിലൂടെ ഗവർണർക്ക് പകരം സർവകലാശാലയുടെ ചാൻസലർ പദവി നേടിയെടുത്ത ഏത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ്? തമിഴ്നാട് MK സ്റ്റാലിൻ.
കൊച്ചി നിയമനിർമ്മാണ സഭ രൂപീകരണത്തിൻ്റെ എത്രാം വാർഷികമാണ് 2025 ഏപ്രിലിൽ ആചരിച്ചത്? 100. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ 29.52 GW എന്ന റെക്കോർഡ് വാർഷികശേഷി കൂട്ടിച്ചേർക്കലോടെ രാജ്യത്തെ മൊത്തം സ്ഥാപിത പുനരുപയോഗ ഊർജ്ജശേഷി എത്രാമതായാണ് മാറിയത്? 220.10 GW. ഇന്ത്യൻ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം 1 കോടിയിലേറെ ജനസംഖ്യയുള്ള 18 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 4. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത്, തിരുവനന്തപുരം. ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയിൽ അധികാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഏത് രാജ്യത്താണ് ഞങ്ങളുടെ ഭാവി വിൽപ്പനയ്ക്കില്ല എന്ന മുദ്രാവാക്യവുമായി ആദിവാസികൾ പ്രക്ഷോഭം നടത്തിയത്? ബ്രസീൽ. ഇന്ത്യയുടെ സഹായത്തോടെ ഏത് രാജ്യത്ത് നിർമ്മിച്ച റെയിൽവേ പദ്ധതികൾക്കാണ് 2025 ഏപ്രിലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്? ശ്രീലങ്ക. അടുത്തത് ഏപ്രിൽ 21. ഏപ്രിൽ 21 പോപ്പ് മാർപ്പാപ്പ കാലം ചെയ്തത്? 2025 ഏപ്രിൽ 21. ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും പുനരുപയോഗ ഊർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നഗരമാകാൻ ഒരുങ്ങുന്നത് അമരാവതി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായ ഹുവാങ് ഗ്രാൻഡ് കാനിയോൺ ബ്രിഡ്ജ് ഏത് രാജ്യത്താണ് നിർമ്മിച്ചത്? ചൈന. 2025 6ാമത് ഏഷ്യൻ അണ്ടർ-18 U18 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടന്നത്? സൗദി അറേബ്യ. ഭൂമിയുടെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുത്തുന്നതും ഭൂമിയുടെ നാശവും തടയുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ അടുത്തിടെ ആരംഭിച്ച സംരംഭം ബ്രിക്സ്. എക്സർസൈസ് ഡെസേർട്ട് ഫ്ലാഗ് 10ന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം UAE. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. 2025 ഏപ്രിലിൽ ഏത് രാജ്യമാണ് നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് ആവിഷ്കരിച്ചത്? ചൈന. ഏപ്രിൽ 22. ലോക ഭൗമ ദിനം ഏപ്രിൽ 22. പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് വവ്വാലുകളുടെ നിരീക്ഷണ സംവിധാനം ബൾ എക്കോമോൺ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് IHS ബംഗളൂരു. ആഗോള സോഫ്റ്റ്വെയർ കമ്പനിയായ മൈക്രോസോഫ്റ്റിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ഏപ്രിലിൽ ആഘോഷിച്ചത്? 50. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി? 2025 ഏപ്രിൽ പ്രകാരം കമാറിദ ഷെർപ്പ 30 തവണ. കാഴ്ച പരിമിതിയുടെ പേരിൽ അക്ഷരലോകമാന്യമായിരുന്നവരുടെ കൈ പിടിച്ചുയർത്താൻ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ പദ്ധതി ദീപ്തി. 2025 നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഗജസിംഹ. 2025 I-ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ചർച്ചിൽ ബ്രദേഴ്സ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. ഏപ്രിൽ 23. ലോറസ് സ്പോർട്സ് അവാർഡ് 2025 മികച്ച പുരുഷ കായിക താരം അർമാൻ ഡൂപ്ലന്റിസ്, പോൾ വാൾട്ട്, സ്വീഡൻ. വനിതാ കായിക താരം സിമോൺ ബൈൽസ്, ജിംനാസ്റ്റിക് USA. മികച്ച ടീം റയൽ മഡ്രിഡ് ഫുട്ബോൾ ക്ലബ്. മികച്ച തിരിച്ചുവരവ് റെബേക്ക അദേത്ര, ജിംനാസ്റ്റിക് ബ്രസീൽ. ആക്ഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ ടോം പിറ്റ്കോക്ക്, സൈക്ലിംഗ് ബ്രിട്ടൻ. സ്പോർട്സ് ഐക്കൺ പുരസ്കാരം റാഫേൽ നദാൽ, ടെന്നീസ് സ്പെയിൻ. മികച്ച അരങ്ങേറ്റ താരം ലെമിൻ ഡയമണ്ട്, ഫുട്ബോൾ സ്പെയിൻ. സ്പോർട്സ് ഫോർ ഗുഡ് പുരസ്കാരം കിക്ക് ഫോർ ലൈഫ് ആഫ്രിക്ക. ആജീവനാന്ത പുരസ്കാരം കെല്ലി സ്റ്റെയർ, സർഫിംഗ് USA. മികച്ച ഭിന്നശേഷി കായിക താരം ജിയാങ് യുയാൻ, നീന്തൽ ചൈന. അടുത്തത് ഏപ്രിൽ 23. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. കേരളത്തിലെ 50ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ജയാലിദിക് IAS. ബഹിരാകാശത്തുള്ള ആക്സിയം 4 ദൗത്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരി ശുഭാൻശു ശുക്ല. സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രിയിൽ ജേതാവായത് ഓസ്കാർ പിയാസ്ട്രി. 2025 ഏപ്രിൽ സ്ത്രീ ശാക്തീകരണത്തിനായി പിങ്ക് റിഷ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. ബുൾസി ഗാലക്സി ലേഡ 1313424 കണ്ടെത്തിയ ദൂരദർശിനി ഹബിൾ ബഹിരാകാശ ദൂരദർശിനി. ദക്ഷിണേന്ത്യൻ ബോക്സ് ഗാർഡൻ മാതൃകയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ഒറ്റത്തൂൺ മേൽപ്പാലം സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്.
സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് ഏത് ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്? പഹൽഗ്രാം ഭീകരാക്രമണം. അടുത്തത് ഏപ്രിൽ 24. അരുൺ 3 ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാൾ. നാഷണൽ എൻവയോൺമെൻ്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. AI കരിയർ ഫോർ വുമൺ സംരംഭം ആരംഭിച്ച മന്ത്രാലയം? നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം. 2025 വേൾഡ് ബുക്ക് ക്യാപിറ്റൽ? റിയോ ഡി ജനീറോ. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്റർ ഉൾപ്പെട്ട ഇന്ത്യൻ പുസ്തകങ്ങൾ? ഭഗവത്ഗീത, നാട്യശാസ്ത്രം. 2025 കേരള സർവകലാശാലയുടെ ONV പുരസ്കാരത്തിന് അർഹനായത് MK സാനു. കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണറായി നിയമിതനായത് ഡോക്ടർ ടിജു തോമസ്. 2025 ഏപ്രിലിൽ ഏത് സംഘടനയാണ് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് WEO എ ക്രിട്ടിക്കൽ ജക്റ്റ് എമംഗ് പോളിസി ഷിഫ്റ്റ് എന്ന റിപ്പോർട്ട് പുറത്തിറക്കിയത്? അന്താരാഷ്ട്ര നാണയനിധി IMF. ഏപ്രിൽ 25. 2025 ഏപ്രിൽ അന്തരിച്ച ISRO ചെയർമാനായിരുന്ന വ്യക്തി? K കസ്തൂരിരംഗൻ. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ രൂപീകരണ സമിതി തലവനായിരുന്ന പശ്ചിമ കഷ്ട സംരക്ഷണത്തിന് മാധവ് ഗാഡ്കറിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് പുനർപരിശോധിക്കാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച സമിതിയുടെ തലവനായിരുന്നു? ആത്മകഥ സ്പേസ് ആൻഡ് ബിയോണ്ട് പ്രൊഫഷണൽ വോയേജ് ഓഫ് K കസ്തൂരിരംഗൻ. ലോക ഗുസ്തി ദിനം ഏപ്രിൽ 25. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ക്രാഷ് ടെസ്റ്റ് ഭാരത് ന്യൂക്ലിയർ അസസ്മെന്റ് പ്രോഗ്രാം. 6 മാസത്തെ ദൗത്യത്തിനായി ടിയോൻകോം ബഹിരാകാശ നിലയത്തിലേക്ക് ഷെൻഷൗ 20 ബഹിരാകാശ കപ്പലിൽ 3 ബഹിരാകാശ യാത്രികരെ വിക്ഷേപിച്ച രാജ്യം? ചൈന. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആയ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ തീരുമാനിച്ച ഏഷ്യൻ രാജ്യം? വിയറ്റ്നാം. മലിനീകരണത്തിന് കാർബൺ നികുതി ചുമത്താൻ ഉള്ള ആദ്യ നീക്കത്തിന് അനുകൂലിച്ചത് ഏത് രാജ്യമാണ്? ഇന്ത്യ. ഏപ്രിൽ 26. 2025 ലോക മലേറിയ ദിനത്തിൻ്റെ പ്രമേയം? മലേറിയ എൻഡ്സ് വിത്ത് US റീനെവിസ്റ്റ് റീഇമാജിൻ റീഇഗ്നൈറ്റ്. IT മേഖലയിൽ നൂതനമായ തൊഴിലുകൾ കണ്ടെത്താനുള്ള സൗജന്യ പ്ലാറ്റ്ഫോം? ലോഞ്ച് പാഡ്. ഒഡീഷയിലെ ഏത് സംരക്ഷിത പ്രദേശമാണ് ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്? സിംലിപാൽ. പഹൽഗ്രാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന നടത്തിയ സൈനികാഭ്യാസം? എക്സർസൈസ് ആക്രമൺ. ഗ്രാമീണ സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിനായി രേഷാം സഖി യോജന ആരംഭിച്ച സംസ്ഥാനം? ഉത്തർപ്രദേശ്. 2025 ലോക രോഗപ്രതിരോധ വാരത്തിൻ്റെ പ്രമേയം? ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ ഈസ് ഹ്യൂമൻലി പോസിബിൾ. അതിർത്തി നിരീക്ഷണത്തിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത റോബോട്ടുകൾ നിർമ്മിച്ചത്? IIT ഗുവാഹത്തി. 2025 ഭാരത് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം? തെലങ്കാന. ഏപ്രിൽ 27. PM മിത്ര പദ്ധതി നടപ്പിലാക്കിയ മന്ത്രാലയം? കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം. ഇന്ത്യയിൽ സ്ക്രാംജെറ്റ് എഞ്ചിൻ്റെ ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തിയ സ്ഥാപനം? DRDO. രവിവർമ്മയുടെ 175ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾ? പാഴ്സി ലേഡിയും തൃക്കേട്ട തിരുനാൾ ഉമയമ്മ തമ്പുരാട്ടിയുടെ ഛായാചിത്രവും. 2025 32ാമത് കോപ്പ ഡെൽ റേ കിരീടം നേടിയത് ബാഴ്സലോണ. 2025 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ജേതാക്കൾ? ലിവർപൂൾ. 2025 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത മദ്ദള ആചാര്യൻ? കലാമണ്ഡലം നാരായണൻ നായർ. ഋഷികേശ് കർമ്മപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച തുരങ്കം? ജനാസു തുരങ്കം. കാലിഫോർണിയ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ നിറം? OLO. ഏപ്രിൽ 28. 2025 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്രകാരൻ? ഷാജി N കരോൾ. ഫയർഫോഴ്സ് മേധാവിയായി നിയമനായ കേരളത്തിലെ പുതിയ DGP? മനോജ് എബ്രഹാം. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ AI ഫൗണ്ടേഷൻ മോഡൽ നിർമ്മിക്കാൻ അനുമതി ലഭിച്ച കമ്പനി? സർവം AI. ഭിന്നശേഷിക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യമൊരുക്കാൻ ആരംഭിക്കുന്ന പദ്ധതി? സുഗമ്യ. 2025 101ാം സമാധി ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ? ചട്ടമ്പി സ്വാമികൾ. പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിംഗ് നൽകണമെന്ന നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ? കേരള നഗരനയ കമ്മീഷൻ. ലോകത്തിലെ ആദ്യത്തെ കഥക് സാഹിത്യോത്സവം ഉൾപ്പെടുന്ന 6 ദിവസത്തെ മെഗാ പരിപാടിയായ 37ാമത് കഥക് മഹോത്സവ് 2025 നടന്നത് ന്യൂഡൽഹി.
ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയുമായി സഹകരിച്ച് വനംവകുപ്പ് നടത്തിയ സർവേയിൽ 5 പുതിയ ഇനം തുമ്പികളെ കൂടി കണ്ടെത്തിയതോടെ നെയ്യാറിലെ ആകെ തുമ്പി ഇനങ്ങളുടെ എണ്ണം 111. ഏപ്രിൽ 29. മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ MRSAM സംയുക്തമായി വികസിപ്പിച്ചെടുത്ത 2 സംഘടനകൾ പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO, ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് IAI. ബോൺ കളക്ടർ എന്നറിയപ്പെടുന്ന ഒരു പുതിയ മാംസഭോജി കാറ്റർപില്ലറിനെ കണ്ടെത്തിയത് ഹവായിയൻ ദ്വീപ്. ഒരു മോഡൽ ഇന്ത്യൻ ആർട്ടിന് കിട്ടുന്ന ഏറ്റവും വലിയ ലേലത്തുകയിൽ വിറ്റുപോയ MF ഹുസൈൻ്റെ ചിത്രം ഗ്രാമയാത്ര 118 കോടി. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഔദ്യോഗിക വിഭാഗത്തിൽ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട ഷാജിയാൻ കരുണിൻ്റെ ചിത്രങ്ങൾ പിറവി, സ്വം, വാനപ്രസ്ഥം. പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിംഗ് നൽകണമെന്ന നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ കേരള നഗരനയ കമ്മീഷൻ. IPLൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. ഋഷികേശ് കർണപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച തുരങ്കം ജനാസു തുരങ്കം. ബഹിരാകാശ നിലയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശ ശുക്ല. മെയ് 29 ദൗത്യം പുറപ്പെടും. ഏപ്രിൽ 30. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വിരമിക്കുന്ന ഒഴിവിലേക്ക് ഡോക്ടർ A. ജയലളിത കേരളത്തിൽ 50ാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നു. ICC പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി സരവ് ഗാംഗുലി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ബഹിരാകാശം ISRO മുൻ ചെയർമാനായിരുന്ന ഡോക്ടർ കസ്തൂരി രംഗൻ അന്തരിച്ചു. ടൂറിസം. കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും ശാസ്താംപാറയിൽ തിരുവനന്തപുരത്ത് നിലവിൽ വന്നു. പുരസ്കാരം. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സിറ്റി കീ ഓഫ് ഓണർ നൽകി ആദരിച്ചത് പോർച്ചുഗലിലെ ലിസ്ബൺ നഗരസഭ. അപ്പോൾ ഇത്രയാണ് ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ മാർക്ക് വളരെ കൂടുതലാണ്, അത് സ്കിപ്പ് ചെയ്യാതെ നോക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.